നിലം നികത്തലിനെതിരെ KSKTUവിന്റെ പ്രതിഷേധം. കീരിക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ കായംകുളം കരിയിലക്കുളങ്ങര മേഖലാ കമ്മിറ്റി ധർണ നടത്തി. അനധികൃത നിലനികത്തലിനെതിരെ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് കീരിക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. KSKTU കരിയിലക്കുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ. KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AD കുഞ്ഞച്ചൻ ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിച്ച് കളക്ടർ ഫോർവേഡ് ചെയ്തു. കളക്ടർ ഉത്തരവിട്ടു പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി അനന്തര നടപടി സ്വീകരിക്കുന്നത് നിങ്ങളല്ലേ? ഈ വില്ലേജ് ഓഫീസിൽ നിന്നല്ലേ അതിന് തുടർ നടപടി സ്വീകരിക്കുന്നത്? എന്ത് സ്വീകരിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കളക്ടർ ഉത്തരവിട്ടതിനെ സംബന്ധിച്ച് ഇപ്പോഴും പറയുന്നതാണ്, ഇതിന്മേൽ അവർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചു. എവിടെ സ്റ്റേ വാങ്ങിച്ചോട്ടെ? ഇത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ വേണ്ടി ബഹുമാന്യനായ കളക്ടർ ഉത്തരവിടണമെങ്കിൽ അതിനെ നടപടി നീക്കേണ്ടത് ഇവിടുത്തെ വില്ലേജ് ഓഫീസറും റവന്യൂ അധികാരികളുമാണ്. ആ നടപടിക്ക് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് നാളെ വരെ വസ്തുതാപരമായ സത്യസന്ധമായ കാര്യം. കായംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് K സോമൻ അധ്യക്ഷത വഹിച്ചു. പ്രാഥമികമായ ചർച്ചയുടെ ഭാഗമായാണ് നെൽവയൽ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സമരസമിതിക്ക് കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപം നൽകുകയാണ്. നെൽവയൽ സംരക്ഷണ സമര സമിതി എന്നാണ്. സഖാവ് G സുധാകരൻ കേരളത്തിലെയും ആലപ്പുഴയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്നതും എല്ലാവർക്കും സ്വീകാര്യനുമായിട്ടുള്ള സഖാവ് G സുധാകരൻ കൺവീനറായിട്ടുള്ള ഒരു സമരസമിതിയാണ് രൂപീകരിക്കപ്പെടുന്നത്. ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി നെൽവയൽ സംരക്ഷണ സമരം 1982 ആരംഭിക്കുകയാണ്. കേരളത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും ആരാധ്യനായ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ കുട്ടനാട്ടിലെ കാവാലത്ത് മൂലശ്ശേരിയിൽ ചേർന്ന ആ മഹാസമ്മേളനത്തിൽ വെച്ചാണ് നെൽവയൽ സംരക്ഷണ സമരം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏരിയ സെക്രട്ടറി V പ്രഭാകരൻ, KB പ്രശാന്ത്, S ഗോപിനാഥപിള്ള, R രാജേഷ്, ഹരിപ്രസാദ്, T വിശ്വനാഥൻ, K അഷ്റഫ്, രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.